ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽഡിഎഫിന് മുൻതൂക്കമെന്ന സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിന്റെ അഭിപ്രായ സർവേ മറ്റ് സർവേകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചിത്രമാണ് സിഇഎസ് സർവേയിൽ തെളിയുന്നതെന്നും ശ്രദ്ധേയമാകുന്നു. മറ്റൊരു സർവേകളും ഇടതിന് അനുകൂലം ആയിരുന്നില്ല. എൽഡിഎഫിന് 9 മുതൽ 12 വരെ സീറ്റുകൾ ലഭിക്കാം എന്നാണ് യുഡിഎഫിന് കാണുന്നത്. 8 മുതൽ 11 വരെ സീറ്റുകളാണ്. ബിജെപി ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നാണ് സിഇഎസ് സർവേയിൽ പറയുന്നത്. എന്നാൽ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സർവേ ഫലവത്തല്ല എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. എൽഡിഎഫിന് 40.3%, യുഡിഎഫിന് 39% വോട്ട് ലഭിക്കും എന്നാണ് സർവേയിൽ വെളിപ്പെട്ടത്. ബിജെപിക്ക് 15.5 വോട്ട് നേടുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. വോട്ടിംഗ് ശതമാനം സംബന്ധിച്ച കണക്കിൽ 1 മുതൽ 2% വരെയുള്ള വ്യതിയാനം സംഭവിക്കാമെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപ് ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ നടത്തിയ സർവേയുടെ ഫലമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പിളുകളെ അധികരിച്ച് നടത്തിയ സർവേയാണിത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചിരുന്നു. മൊത്തം 480 ബൂത്തുകളിൽ നിന്നായി 12,000 വോട്ടർമാരെയാണ് സർവേയിൽ പങ്കെടുപ്പിച്ചത്. ശബരിമല വിഷയത്തിൽ ബിജെപിക്ക് ആനുകൂല്യം നൽകിയ വോട്ടർമാർ പോലും കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തോട് അതൃപ്തി രേഖപ്പെടുത്തിയതാണ് അവർ വിശദീകരിക്കുന്നത്. നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സമീപനങ്ങളോട് വോട്ടർമാർക്ക് പൊതുവെ വിയോജിപ്പാണ് ഉള്ളതെന്നും സർവേയിൽ പറയുന്നു. മോദിയുടെ പ്രഭാവത്തിന് കേരളത്തിൽ മങ്ങലേൽക്കുന്നതായും സർവേയിൽ കാണുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് എതിർവികാരമില്ല എന്നും, അതേപോലെ പ്രളയം നേരിട്ട രീതി, വിദ്യാഭ്യാസ, ആരോഗ്യ, വികസന മേഖലകളുടെ സമീപം, ന്യൂനപക്ഷ ദുർബല വിഭാഗങ്ങളോടുള്ള നയം എന്നിവയിൽ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് എതിർവികാരം ഇല്ല എന്നും, അതേപോലെ പ്രളയം നേരിട്ട രീതി, വിദ്യാഭ്യാസ, ആരോഗ്യ, വികസന മേഖലയിലെ സമീപനം, ന്യൂനപക്ഷ ദുർബല വിഭാഗങ്ങളോടുള്ള നയം എന്നിവയിൽ സംസ്ഥാന സർക്കാരിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയാണ് പൊതുവെ വോട്ടർമാരെന്നും സർവേയിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അതേസമയം മോദിക്കെതിരെ നിൽക്കാനുള്ള കെൽപ്പ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന പ്രതീതിയാണ് കോൺഗ്രസിന് പ്രധാനമായും സഹായകമാകുന്ന ഘടകം എന്നും സിഇഎസ് സർവേയിൽ കണ്ടെത്തി. 2000 മുതൽ തെരഞ്ഞെടുപ്പ് പഠന വിശകലന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സിഇഎസ്. കേരളത്തിലെ വിവിധ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് സിഇഎസ് നടത്തിയ സർവേകൾ ശരിയായെന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സിഇഎസ് പ്രവചനം പോലെ തന്നെയായിരുന്നു നടന്നതെന്നതും ശ്രദ്ധേയമാകുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സർവേ എത്രമാത്രം ഫലവത്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.